ഹായ് ഫ്രണ്ട്സ്, സോളിഡ് ഇൻഫർമേഷനിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വേക്കൻസി കേരള PSC കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് വേക്കൻസി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിലേക്കാണ് ജോലി വരുന്നത്. താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായി കാണുക. കേരളത്തിലെ വിവിധ സർവകലാശാലകളിലെ ഒഴിവുകളിലേക്കായി PSC വഴി കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് ഗ്രേഡ് 2 തസ്തികയിലേക്ക് ഓൺലൈനായി അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ള യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. അപേക്ഷിക്കുന്നതിനുള്ള സമയപരിധി 2026 ഓഗസ്റ്റ് 5 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെയാണ് സമയപരിധി വരുന്നത്. തസ്തികയുടെ പേര് കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് ഗ്രേഡ് 2. വകുപ്പ് കേരളത്തിലെ സർവകലാശാലകൾ. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. പ്രതീക്ഷിക്കുന്ന ഒഴിവുകളുണ്ട്. മൊത്തം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒഴിവുകൾ 4% ഭിന്നശേഷിക്കാർക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. സാലറി 27,900 രൂപ മുതൽ 63,700 രൂപ വരെയാണ് ശമ്പള സ്കെയിൽ വരുന്നത്. പ്രായപരിധി കുറഞ്ഞ പ്രായം 18 വയസ്സ്, 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 2/1/1986 1/1/2008 ഇടയിൽ ജനിച്ചവർ, SC ST OBC എന്നിവർക്ക് പ്രായപരിധിയിൽ ഇളവ് ലഭ്യമാണ്. പ്രായപരിധി 50 വയസ്സ് കവിയാൻ പാടില്ല. യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിങ്ങിൽ ഉയർന്ന ഗ്രേഡ് KGTE സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കേണ്ടതാണ്. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് സർട്ടിഫിക്കറ്റിനൊപ്പം കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റും KGTE അല്ലെങ്കിൽ തത്തുല്യത്തിലുള്ളത് ആവശ്യമാണ്. ടൈപ്പ് റൈറ്റിംഗിൽ യോഗ്യത തെളിയിക്കുന്നതിന് സർക്കാർ നൽകുന്ന സർട്ടിഫിക്കറ്റ് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ ഈ ഒഴിവിലേക്ക് സ്വീകരിക്കുന്നതല്ല. KGTE കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിന് തത്തുല്യമായ യോഗ്യതകളുടെ പട്ടിക PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലെ ക്വാളിഫിക്കേഷൻ ലിങ്കിൽ ലഭ്യമാണ്. തത്തുല്യ യോഗ്യതയെ അവകാശപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ പരിശോധനാ വേളയിൽ ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവ് GO ഹാജരാക്കേണ്ടതാണ്. അപേക്ഷയിലും SSLC ബുക്കിലും പറഞ്ഞിരിക്കുന്ന ജാതി സമുദായത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ ഗസറ്റ് വിജ്ഞാപനവും നോൺ ക്രീമി ലെയർ ജാതി സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കേണ്ടതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ തുടർച്ചയായ 3 വർഷത്തിനുള്ളിൽ 2 വർഷക്കാലം പ്രൊബേഷൻ പീരീഡിലായിരിക്കും. ഈ വിജ്ഞാപന പ്രകാരം പ്രസിദ്ധീകരിക്കുന്ന റാങ്ക് ലിസ്റ്റ് 1 വർഷം മുതൽ 3 വർഷം വരെ പ്രാബല്യത്തിലിരിക്കും. 1 വർഷത്തിന് ശേഷം പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്നത് വരെയോ അല്ലെങ്കിൽ 3 വർഷം പൂർത്തിയാകുന്നത് വരെയോ പ്രാബല്യത്തിൽ തുടരുന്നതാണ്. താല്പര്യമുള്ളവർ ഉടൻ തന്നെ അപേക്ഷിക്കുക.